സ്വർണ്ണ തിരിമറിയുണ്ട് എന്നതെന്ന് ഹൈക്കോടതിയും സ്ഥിരീകരിച്ചു. കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി. ദ്വാരപാലക ശില്പത്തിലേത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ അതീവ ദുരൂഹമാണ് എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതിൽ ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ഹൈക്കോടതി വിധി ദേവസ്വം ബോർഡിനും സർക്കാരിനും ഏറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല, അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്. ഒരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ശബരിമലയിൽ നടന്നതിന് വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. ഇതൊരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല അയ്യപ്പൻ. മലയാളി കുടുംബങ്ങളുടെ വില്ലെഴുതി പതിച്ച് കിട്ടാത്ത കോൺസെപ്ച്വൽ സ്പിരിച്വൽ സ്വത്താണ് ശബരിമല. ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാവരും ഉണ്ട് അതിനകത്ത്. ചെമ്പ് സ്വർണ്ണ രസതന്ത്രം വലിയ ശുദ്ധീകരണമാണ് കേരളത്തിൽ നടത്താൻ പോകുന്നത്. അതിന് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു വിശ്വാസികളെന്നല്ല, വിശ്വാസികൾക്കും ജാഗരൂകത. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായുള്ളത്. വിഷ്ണു, ഇന്നിപ്പോൾ കോടതി ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ തിരിമറി നടന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും ദുരൂഹതയുണ്ട് എന്ന് പറയുകയാണ്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട്. അങ്ങനെ അതുൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങളിലുള്ള ദുരൂഹത കോടതി ഇന്ന് പ്രാഥമികമായി തന്നെ അത് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ പുറത്താണ് അന്വേഷണം നടക്കേണ്ടത്. അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അനുജ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പല ഘട്ടങ്ങളിലുള്ള ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്രയും വലിയൊരു സ്വർണ്ണമോഷണം പുറത്തേക്ക് തന്നെ വരുന്നത്. കേവലം ഒരു അനുമതി വാങ്ങാത്ത ഒരു വിഷയമായിരുന്നു. അതായത് ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് ചെന്നൈയിൽ പോകുന്നതിന് അനുമതി വാങ്ങിയില്ല എന്നൊരു റിപ്പോർട്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തത്. ആ റിപ്പോർട്ടിന്മേൽ 2025 സംഭവമാണ്. ആ റിപ്പോർട്ടിന്മേലാണ് കോടതി ഇതിന്റെ പരിശോധനകൾ ആരംഭിച്ചത്. പിന്നീട് കോടതിക്ക് ചില ദുരൂഹതകൾ തോന്നുന്നു. അങ്ങനെ 1999 മുതൽ 2025 വരെയുള്ള സ്വർണ്ണം പൂശൽ നടപടികളുടെ രേഖകൾ വിളിച്ചു വരുത്തി. അതിൽ 2019 രേഖയിലാണ് അസ്വാഭാവികത തോന്നിയത്. അതിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ദേവസ്വം വിജിലൻസിനെ കൈമാറുകയായിരുന്നു. അതിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. 20 പേജുള്ള റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പരിഗണിച്ചു. അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരോട് ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നേരിട്ട് വിളിച്ചു വരുത്തി കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നാണ് അതീവ ഗൗരവമുള്ള കണ്ടെത്തലാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളതെന്നും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ കേസ് അന്വേഷിക്കുന്ന എസ് ശശിധരൻ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തോട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും കോടതി നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്ത് പങ്കുവെക്കരുത്, കോടതിയായിരിക്കും അവരുടെ അതോറിറ്റി, അതുകൊണ്ട് വിവരങ്ങളെല്ലാം കോടതിയിൽ കൈമാറണം. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ ദ്വാരപാലക സ്വർണ്ണപ്പാളിയിൽ മാത്രമല്ല, ഈ സന്നിധാനത്തുള്ള ഈ കട്ടിലപ്പടിയുമായി ബന്ധപ്പെട്ടും അതിന്റെ വാതിൽ പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലും ചില ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. അത് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതുകൂടി അന്വേഷിക്കാനാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രണ്ടും 2 കേസായി അന്വേഷിക്കണമോ അതല്ല എങ്കിൽ ഒറ്റ കേസായി അന്വേഷിക്കണമോ എന്നുള്ള SITയുടെ വിവേചനാധികാരമാണ്. DGPയെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഏറ്റെടുത്ത പുതിയ
സംഘം അതിന്റെ ഗൗരവത്തിൽ തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകും. അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതിക്കാണ്. അതുകൊണ്ട് മറ്റു സ്വാധീനങ്ങൾക്കൊന്നും വീഴാനുള്ള സാധ്യതയും നിലവിലില്ല. അനുജ, ഇതിലിപ്പോൾ ഈ റിപ്പോർട്ടിൽ കൂടുതൽ പേരുകൾ പറയുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ വിഷ്ണു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുരാരി ബാബുവിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് മുകളിൽ ചില ഉദ്യോഗസ്ഥരുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുമ്പോൾ മുരാരി ബാബു പറഞ്ഞത്, ഞാൻ എഴുതിയ കാര്യങ്ങൾ അതങ്ങനെ അംഗീകരിക്കുകയാണോ വേണ്ടത്, തനിക്ക് മുകളിലും ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചില സംശയങ്ങളൊക്കെ അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ ചില സൂചനകളൊക്കെ നൽകുകയും ചെയ്യുന്നു. കോടതി അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഇത്തരത്തിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മറ്റു ഉദ്യോഗസ്ഥരുടെ പങ്കുമായി ബന്ധപ്പെട്ട് ഇതിലൊരു ഉത്തരവ് തിരുത്തിയതിനെ കുറിച്ചുണ്ട്. ജയശ്രീയുടെ പേരുണ്ട്, സെക്രട്ടറിയുടെ പേരുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് ഇതിൽ പറയുന്നുണ്ടോ? അനുജ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റക്കാണ് ഈ കൃത്രിമം ചെയ്തതെന്ന് കോടതി ഒരു ഘട്ടത്തിലും വിശ്വസിച്ചിട്ടില്ല. കോടതിയുടെ കഴിഞ്ഞകാല ഉത്തരവുകളിലെല്ലാം തന്നെ ദേവസ്വം ഒഫീഷ്യൽസിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് തന്നെ കോടതി നടപടികൾ തുടങ്ങിയപ്പോൾ കോടതി വ്യക്തമാക്കിയത് 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക സ്വർണ്ണപ്പാളി നൽകിയപ്പോൾ എഴുതി കൊടുത്ത കത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് അത് കോപ്പർ പ്ലേറ്റ് എന്നാണ്, ചെമ്പുപാളി എന്നാണ്. അതൊരു ജീവനക്കാരന്റെ വീഴ്ചയാണ്, അത് മനഃപൂർവ്വം എഴുതി, സസ്പീഷ്യസ് എന്ന വാക്കാണ് കോടതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ മെഹസറിലെ കാര്യങ്ങളും ഇന്ന് കോടതി വായിച്ചിരുന്നു. ആ മെഹസറിൽ മുരാരി ബാബു എന്ന പേര് അതിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലാണ് ആ മെഹസർ, അദ്ദേഹം കൂടി ഒപ്പിട്ട മെഹസറാണെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ആ പേരുകൾക്ക് അവിടെ തന്ത്രിയുടെ പേരുണ്ട്, മേൽശാന്തിയുടെ പേരുണ്ട്, ദേവസ്വം വാച്ചർ, ക്ഷേത്ര തിരുവാഭരണ വാച്ചർ തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ ആ മെഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുരാരി ബാബുവിന്റെ പേര് മാത്രമായി ഹൈക്കോടതിയുടെ ഭാഗത്തൊരു പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷേ കോടതി അപ്പോഴും ഇപ്പോഴും ഒക്കെ ആവർത്തിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ വിചാരിച്ചാൽ മാത്രം ഈ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോകാനാവില്ല, സ്വർണ്ണം മോഷ്ടിക്കാനാവില്ല. അതിൽ കൃത്യമായ ഉദ്യോഗസ്ഥ പങ്കുണ്ട്. ആ ഉദ്യോഗസ്ഥ പങ്ക് വളരെ വിശദമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശബരിമല പോലെ പരിശുദ്ധമായ ഒരിടത്ത് ഭരണപരമായ ഇത്തരം വീഴ്ചകൾ അനുവദിക്കാനാകില്ല എന്നാണ് രണ്ട് തവണ മുമ്പുള്ള ഓർഡറിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ആ നിലപാടിൽ തന്നെ ഹൈക്കോടതി ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ തെളിവുകളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ വന്നിട്ടുള്ള അഴിച്ചുപണി. കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് തന്നെ ഒരു ഘട്ടത്തിൽ ഒരു പ്രതികരണം നടത്തിയപ്പോൾ 2019 ദേവസ്വം ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന ദ്വാരപാലക സ്വർണ്ണപ്പാളി കൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതുപോലും മറികടന്നാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടലുണ്ടായത്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനുജ, അതാണ്, അതിലേക്കൊക്കെയാണ് വിശദമായി തന്നെ അന്വേഷണം പോകേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.